താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? അത് ഓപ്ഷൻ എ ആണ്, ആദിഭാഷ. ബാക്കിയുള്ളവ ശൈശവ ദശകം, ശിവശതകം, ദർശനമാല, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏതാണ്? നവമഞ്ചരി. ഏതാണ്? നവമഞ്ചരി. ആദ്യ ഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികൾ. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. അത് കൊച്ചിയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ 1818 മട്ടാഞ്ചേരിയിൽ റവ് തോമസ് ഡാർവിസൺ ആണ് സ്ഥാപിച്ചത്. അത് അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിച്ച സ്കൂളാണത്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? പോർച്ചുഗൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷമേത്? ഓപ്ഷൻ സി 1900 to 1901. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികസനം പ്രാപിച്ച സംസ്കാരം ഏത്? ഇൻക സംസ്കാരം. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ എ MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആർഗൺ ആൻഡ് CO2. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രേറ്റ് ബാങ്ക് സീൽ വച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏത്? ഓപ്ഷൻ സി ഹിമപ്പുലി. അപ്പോൾ ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹിമപ്പുലി. കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? കൊച്ചി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചി. താഴേക്ക് ചെരിഞ്ഞ നേർരേഖ ഛേദന ചക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത? 1. ഉൽപാദന സാധ്യത വക്രത്തിൻ്റെ ആകൃതി? ഓപ്ഷൻ സി ആണ് കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം? ഓപ്ഷൻ എ RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഓപ്ഷൻ എ പോസിറ്റീവ്. ഒരേയൊരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം മൊണോപ്സോണി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി 42. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം? 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ? ഓപ്ഷൻ ഡി GV മാവ്ലങ്കർ. ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളയാണ്. GV മാവ്ലങ്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ ആദ്യത്തെ സ്പീക്കറായിരുന്നു GV മാവ്ലങ്കർ. ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ഓം ബിർള. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം? ഓപ്ഷൻ ഡി വരുമാന നികുതി. അളവ് തൂക്കം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഗതാഗതം സ്റ്റേറ്റ് ലിസ്റ്റ്. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക? ഓപ്ഷൻ സി നീതി ആയോഗ്. ബാക്കിയുള്ളതെല്ലാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ
ജസ്റ്റിസ് എം പരീത് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിവസം. ഓപ്ഷൻ സി 100. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ ബി 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. ഓപ്ഷൻ ഡി 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. 2021 ലോക കണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ണിൻ്റെ ലവണീകരണം തടയൂ, കണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ബിയും ശരിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ എന്ന രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ്. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? ആർക്കിമിഡീസ് തത്വം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്? ഓപ്ഷൻ സി ആണ് എക്സ് തരംഗം. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഓപ്ഷൻ എ പാർസെക്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഓപ്ഷൻ ഡി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം? ഓപ്ഷൻ എ മിശ്രിതം, സംയുക്തം, മിശ്രിതം. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന ടി രാമകൃഷ്ണൻ്റെ നോവൽ ഏത്? ഓപ്ഷൻ സി ആൽഫ. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. അനുക്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. സമർത്ഥനായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. അസ്തമയം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി ചിനിക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. സാദൃശ്യം. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സുധാംശു. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്ന എന്തിനെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. തേനീച്ചക്കൂട്. തെറ്റായ തർജ്ജമ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ ബി താവന്നൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൺ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായത്തിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി 18 to 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ.
ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 3 മാത്രമാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി 1 മാത്രമാണ് തെറ്റ്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകുവാൻ കഴിയുകയുള്ളൂ. വിവരാവകാശ നിയമം 2025 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? അത് ഇവയൊന്നുമല്ല. കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? വിശ്വസ് മെഹ്ത. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് PR രമേശ്. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തപ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ടു നിൽക്കുന്നത്? ശാരീരിക ചലനപരമായ ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രെയ്ഡ്. അയൽക്കാരുമായി നിരന്തരമുണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമേത്? ഓപ്ഷൻ സി നല്ല മാർക്ക് നേടുമെന്നു സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു.